ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയത്ത് LDF തുടരുകയാണെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആരുമല്ല, പിണറായി വിജയൻ. ഞാൻ പറയാൻ വിട്ടുപോയി സുഹൃത്തുക്കളെ, ഇതൊരു പരിഹാസ വീഡിയോ ആണേ, അങ്ങനെ തന്നെ പറയണം. എന്റെ പരിഹാസ വീഡിയോ അല്ല, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പരിഹാസ വീഡിയോ ആണ്. അദ്ദേഹത്തിന് പിണറായി വിജയന് ഇഷ്ടമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ പൊതുവെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, എന്താ കുഴപ്പം? അപ്പോൾ അദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്യാമല്ലോ, അതിനൊന്നും വലിയ പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നത്. നമുക്ക് റിയാക്ട് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ചില എന്താ പറയുക നുറുങ്ങ് തിരുത്തലുകളൊക്കെ നമുക്കും വരുത്താന്നുള്ളതാണ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ 2 വീഡിയോ ഞാൻ കണ്ടേ. ആദ്യത്തെ വീഡിയോ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ, ഒന്ന് കാണണേ, അത് കണ്ടിട്ട് എനിക്ക് ഇറക്കാം. ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയത്ത് UDF ആണ് ജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ UDFൽ നിന്ന് ആര് മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമായിട്ട് നിങ്ങൾ കാണുന്നത്. VD സതീശൻ, KC വേണുഗോപാൽ ഓർ രമേശ് ചെന്നിത്തല? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും VD സതീശനാണ് മുഖ്യമന്ത്രി. ഇത് ഈ സീക്രട്ട് ഏജന്റ് ഒരു വളരെയധികം ഇഷ്ടമുള്ളൊരു മനുഷ്യൻ VD സതീശനാണ്. അദ്ദേഹത്തിന് ഇഷ്ടത്തെ നമ്മൾ കുറ്റം പറയില്ല. എനിക്കിഷ്ടം പിണറായി വിജയനാണ്. അപ്പൊ എന്നെ ആരും ചീത്ത പറയുന്നുണ്ട്, എന്താടാ എനിക്ക് പിണറായി വിജയൻ ഇഷ്ടം, മൂപ്പര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അദ്ദേഹം ഭയങ്കര ധാർഷ്ട്യമാണ്, ഭയങ്കര പൊങ്ങച്ചാണ്, തല്ലുവിളിത്തരാണ് വായിലുള്ളൂ എന്നൊക്കെ ആളുകളൊക്കെ എന്നെ എന്താ പറയാ എന്നെ നെഞ്ചത്ത് കയറാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെയും നടക്കട്ടെ. ഇദ്ദേഹത്തിന് എന്താ VD സതീശൻ ചേട്ടനാണ് ഇഷ്ടം. പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. വളരെ മാന്യമര്യാദയ്ക്ക് ഇങ്ങനെ പ്രതിപക്ഷത്ത് ഈ കോൺഗ്രസിന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 വർഷം മൂഞ്ചി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ വരുന്നത്. വിജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നുണകളെ കൊണ്ടും നുണകൾ പറഞ്ഞു വിട്ട ആ ഒരു മനുഷ്യനാണ് എന്തായാലും സീക്രട്ട് ഏജന്റിന് ഇഷ്ടം കേട്ടോ. ബാക്കി കേൾക്കാം. കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് എന്റെ ചോയ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന വ്യക്തി, ബിക്കോസ് ഈ ഒരു ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. അത് ശരി. സോ എന്റെ ചോയ്സ് VD സതീശനാണ്. നിങ്ങളുടെ അഭിപ്രായം ആരായിരിക്കണം UDF ജയിച്ചാൽ? ഓക്കെ, അണ്ടർലൈൻ ദാറ്റ് UDF ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ആ ഒരു അണ്ടർലൈൻ എന്തിനിട്ടെന്ന് അറിയുന്നില്ല. കാരണം തുടക്കത്തിലൊക്കെ UDF എന്തു വന്നാലും ജയിക്കും എന്ന് പറയുന്ന ഒരു അപാര കോൺഫിഡൻസിലായിരുന്നു ഒരുപാട് ആളുകൾ. ഇതാ ഈ അതേസമയം LDF തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇനി ഏറി വന്ന എത്ര ദിവസമുണ്ട്? 4-5 ദിവസം. നമ്മുടെ മുമ്പേക്ക് ആ റിസൾട്ട് വരാറായി. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു വലിയ പിടുത്തൊന്നുമില്ല. എന്തൊക്കെയായാലും സംഗതി വരട്ടെ. UDF ജയിക്കുകയാണെങ്കിൽ ആരാകുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഇലക്ഷനോടനുബന്ധിച്ച് നമ്മളടക്കമുള്ള ആളുകൾ, യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനത്തെ ഒരു ചോദ്യം ആളുകൾ മുമ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കളയും, ആരായിരിക്കും ജയിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ഇതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നത് കേട്ടോ. ഈ വീഡിയോയില് VD സതീശൻ പറഞ്ഞ എന്തെങ്കിലും നുണകള് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. KC വേണുഗോപാലിന്റെ എന്തെങ്കിലൊന്നും ഡയലോഗുകളോ മറ്റൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം സിമ്പിൾ അവരെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുന്നു. അതന്നെയല്ലേ ഉണ്ടായത്. ഞാൻ അവസാനം ഞാൻ കണ്ടില്ല എന്ന് പറയണ്ട. ഞാൻ പേഴ്സണലി സെൻഡ് ചെയ്തിരുന്നതാണ്. ഓക്കെ, LDFന്റെ BJP ഞാൻ പറയുന്നില്ല, LDFന്റെ അടുത്ത റീലായിട്ട് ഇടാം. ഓക്കെ, പിണറായി എല്ലാവരും മെയ് 4-ാം തീയതി എന്നാലും ഈ ആദ്യത്തെ റീലിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പിണറായി അല്ലാതെ ആരും വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. ഇദ്ദേഹം കോൺഗ്രസിന് പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരാൾ പോലും പറഞ്ഞ നുണകളോ VD സതീശനൊക്കെ പറഞ്ഞ നുണകളൊക്കെ എടുക്കുക കുറെ എടുക്കേണ്ടി വരും. അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും എഴുന്നള്ളിച്ചിട്ടില്ല. എന്നാൽ അടുത്തത് ഇനി പിണറായി വിജയനെയാണ് ഇദ്ദേഹം മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കണേ വ്യത്യാസം. മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയത്ത് LDF തുടരുകയാണെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കണ്ടില്ലേ, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരിക്കൽ പിണറായി വിജയന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു പ്രസംഗത്തിനിടയ്ക്ക് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചോദ്യം സദസ്സിൽ നിന്ന് വന്നപ്പോൾ അതിന് പ്രതികരിച്ച രീതിയാണ്. നോക്കൂ, ഇവിടെയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ RSSനോടും എന്താണ് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ശക്തികളോടും എടുത്ത നിലപാടുകളോ ഡയലോഗുകളൊന്നും സീക്രട്ട് ഏജന്റിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇവിടെ ഇടാനും തോന്നിയിട്ടില്ല.
ഈ ഒരു സമയത്തും ഒരല്പം പരിഹസിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ പിണറായി വിജയൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആരുമല്ല, പിണറായി വിജയൻ, പിണറായി വിജയൻ, പിണറായി വിജയൻ, പിണറായി വിജയൻ. അതായത് ആരായിരിക്കും ഇനിയിപ്പോ ഇലക്ഷൻ റിസൾട്ട് എത്തുകയാണെങ്കിൽ ഇവിടെ മന്ത്രിയായിട്ട് ഉണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾക്ക് എന്താണ് വളരെ വൃത്തിയായിട്ട് ഇദ്ദേഹം പറയുന്നു, അത് പിണറായി വിജയൻ അല്ലാതെ വേറെ ആര് എന്നാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് അടക്കം പറഞ്ഞു വയ്ക്കുന്നത്. വേറെ ആരും തന്നെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു വയ്ക്കുന്നത്. സമാധാനായി. ഇനി എന്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചാൽ പിണറായി വിജയൻ ആവാൻ പാടില്ല. അത് ശൈലജ ടീച്ചറോ ഗോവിന്ദനോ റിയാസോ ആര് വേണേ ആയിക്കോട്ടെ, ദയവേദി ഇയാൾക്ക് കൊടുക്കരുത്. ഭൂതത്തിനെ സഹിക്കാൻ ഇനി വയ്യ. മെയ് 4 കണ്ടില്ലേ ഇദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ എന്തൊരു ഭൂതമാണ്, ആ ഭൂതത്തിന് ഇനി സഹിക്കാൻ വയ്യ. ഇനി ഇവിടെ LDF ജയിക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കല്ലേ എന്നാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷ അവസാനിപ്പിക്കുന്നത് ആ ഭൂതത്തിന് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്തരം വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ടപ്പോഴേ എനിക്ക് വളരെ മോശമായി തോന്നി. ഭൂതം, പിശാച്ച് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നൊണേശനേക്കാൾ വളരെ മോശമല്ലേ നൊണേശൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് എഴുതി വയ്ക്കാവോ? ബൈ. ഒപ്പം ആര് വരും?